In the previous class, we were learned about complete lattice and bounded lattice. So in this section, we are going to see another type of lattice which is known as distributive lattice. That is, a lattice which satisfies distributive property is called a distributive lattice. A lattice which satisfies distributive property is called a distributive lattice. Let us see. A or B and C. Another an expression contains OR operator followed by AND operator or AND operator followed by FOR operator or operator. Then we can written it as A or B and A or C. Similarly, A and B or C can be written as A and B or A and C. So this is the distributive property. ഇപ്പോൾ നമ്മൾ ആ തന്ന സെറ്റിലുള്ള ഏത് പെയർ എടുത്താലും അതായത് അറ്റ് എ ടൈം 3 എലമെൻറ്റ്സ് വെച്ചിട്ട് എടുക്കണം. അങ്ങനെ 3 എലമെൻറ്റ്സ് വെച്ചിട്ട് ഇതേപോലെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഫ് ഇറ്റ് സാറ്റിസ്ഫൈ ദിസ് പ്രോപ്പർട്ടി ദിസ് ഇനീക്വാലിറ്റി ദെൻ വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൺ ലാറ്റിസ് ഇസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. ക്ലിയർ ആണോ? എ ഓ ബി ആൻഡ് സി ഈസ് ഈക്വൽ എ ഓ ബി ആൻഡ് എ ഓ സി, എ ആൻഡ് ബി ഓ സി ഈക്വൽ എ ആൻഡ് ബി ഓർ എ ആൻഡ് സി. ഓക്കെ, let us see an example. Check whether the lattice shown below is distributive lattice or not. എസ് എ ഡയഗ്രാം തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് സെറ്റും റിലേഷനും ആയിരിക്കും തന്നിട്ടുണ്ടാവുക. സോ ആ റിലേഷൻ വെച്ചിട്ട് ആ സെറ്റിലുള്ള ഓർഡേഡ് പെയർസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ദെൻ അതിൽ നിന്ന് എസ് എ ഡയഗ്രാം പ്ലോട്ട് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഇനി പറയാൻ പോകുന്ന പ്രോസസ്സസ് ചെയ്യണം. ഓക്കെ, ഇവിടെ ഇപ്പോൾ എസ് എ ഡയഗ്രാം തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ ഓൾറെഡി പറഞ്ഞു ഇതിൽ തരുന്ന എലമെൻറ്റ്സ് തന്നെയായിരിക്കും സെറ്റിലും ഉണ്ടാവുക. ദാറ്റ് ഈസ് 1 2 3 4. ഈ സെറ്റിൽ റിലേഷൻ അപ്ലൈ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എസ് എ ഡയഗ്രാം ആയിരിക്കും ഇത്. 1 2 3 4 അറ്റ് എ ടൈം 3 എലമെൻറ്റ്സിനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ബിക്കോസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയുടെ ഡെഫിനേഷൻ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും എ ഓ ബി ഓ സി, എ ബി സി എന്നിട്ട് 3 എലമെൻറ്റ്സിനെ ചെക്ക് ചെയ്യണം. സോ അറ്റ് എ ടൈം 3 എലമെൻറ്റ്സ് വേണം നമ്മൾ എടുക്കാൻ, 3 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്. സോ വി ക്യാൻ ടേക്ക് 1 2 3 and 1 3 4 2 3 4 1 2 3 1 3 4 sorry 1 2 3 1 2 4 1 3 4 and 2 3 4. അങ്ങനെ മൊത്തം 4 പെയേഴ്സ് ഉണ്ടാവും. Based upon the given set 1 2 3 and 4 we have to identify the pairs which consist 3 elements 1 2 3 1 2 4 1 3 4 and 2 3 4. ഇനി എന്ത് ചെയ്യുക? ഈ ഓരോ പെയേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് കൺസിഡർ 1 2 3. സോ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് എന്ത് വരും? വി വോണ്ട് ടു പ്രൂവ് ദാറ്റ് 1 or 2 and 3 equals 1 or 2 and 1 or 3. Similarly 1 and 2 or 3 equals 1 and 2 or 1 and 3. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി രണ്ടെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആ രണ്ടെണ്ണം എയുടെ എടുക്കുക 1ഉം ബിയുടെ എടുക്കുക 2ഉം സിയുടെ എടുക്കുക 3ഉം കൊടുത്തിട്ട് എഴുതിയെന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പറഞ്ഞത് എ ഓ ബി ആൻഡ് സി ഈക്വൽസ് എ ഓ ബി ആൻഡ് എ ഓ സി അല്ലേ. സിമിലർലി ആൻഡ് ഓർ എ ആൻഡ് ബി ഓ സി ഈക്വൽസ് എ ആൻഡ് ബി ആൻഡ് ഓർ എ ആൻഡ് സി. അതിൽ എക്ക് 1 ബിക്ക് 2 സിക്ക് 3 കൊടുത്തു എന്നേ ഉള്ളൂ. ദെൻ വി ഹാവ് ടു സോൾവ് ഇറ്റ്. നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് വേണ്ടത്. അതായത് ഈ എൽ എച്ച് എസ് ഇവാലുവേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന റിസൾട്ടും ആർ എച്ച് എസ് ഇവാലുവേറ്റ് ചെയ്യുമ്പം കിട്ടുന്ന റിസൾട്ടും സെയിം ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് നോക്കാം. 1 or 2 and 3 1 or 2 and 3. So 2 and 3 കണ്ടുപിടിക്കണം. 2 and 3 മീൻസ് മീറ്റ് ഓപ്പറേഷൻ ആണ്, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട്. സോ ലെറ്റ് us see 2 and 3. 2ഉം 3ഉം എടുക്കുന്ന സമയത്ത് അതിൻ്റെ താഴെ 1 അല്ലാതെ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ 2 and 3 എടുക്കുമ്പോൾ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ആവാൻ ചാൻസ് ഉള്ള എലമെൻ്റ് എന്ന് പറയുന്നത് 1 ഇറ്റ് സെൽഫ്. ഓക്കെ, 1 or 1 സെയിം എലമെൻ്റ് ആണ്. ദാറ്റ് മീൻസ് 1 ഇറ്റ് സെൽഫ്.
ഒരു എലമെൻറ്റ് ആ എലമെൻറ്റുമായിട്ട് തന്നെ കണക്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. സോ 1 or 1 means 1 itself. Next we want to evaluate to 1 or 2 and 1 or 3. So first of all 1 or 2. 1 or 2. 1 or 2. If we consider, അത് നമുക്ക് ഇവിടെ കാണേണ്ടത് ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ്. If we consider 1 or 2, 1, 2. If we consider vertex 1, 1ന് മുകളിൽ elements 2, 3 and 4. If we consider vertex 2, 2ന് മുകളിൽ elements 4 itself. So we have to check whether 2, 3, 4, which one lies in the upper bound elements of the pair 1 and 2. So let us see. If we consider 2, 1 is connected to 2 and 2 is connected itself, 2 is in the list. 3, 1 is connected to 3 but 2 is not connected to 3, so 3 is not in the list. 4, 1 is connected to 4, similarly 2 is also connected to 4, so 4 is also in the list. So here least upper bound is 2, so we can write the least upper bound element 1 or 2 is 2, and 1 or 3, 1 or 3, 1 or 3. So if we consider, ഇവിടെയും നമുക്ക് എന്ത് തന്നെയാണ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് തന്നെയാണ്. If we consider vertex 1 മുകളിൽ elements 2, 3, 4. If we consider 3 മുകളിൽ elements 4, so we have to check the vertices 2, 3 and 4 to which lies in upper bound elements of the pair 1 and 3. If we consider 2, 1 is connected to 2 but 3 is not connected to 2, so 2 is not in the list. If we consider 3, 1 is connected to 3 and 3 is always connected to 3, so 3 is in the list. Then 1 is connected to 4, similarly 3 is also connected to 4, so 4 is also in the list. So here least upper bound is 3 itself. Okay, so here upper bound is 2 and 3. 2 and 3 is 1, which is already done, 1, so 1 equal to 1. സോ ഈ രണ്ട് റിസൾട്ടും ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് 1 itself, രണ്ട് ഈക്വൽ ആണ്. Then consider second one. So first of all we have evaluated 1 and 2 and 3, that is 1 and 2 or 3. We have to evaluate 2 or 3. 2 or 3. 2ക്കും 3ക്കും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ് 4 ആണ്. അതിൻ്റെ മുകളിൽ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ 2 or 3 ഓൾവേസ് റിസൾട്ട്. സോ 2ക്കും 3ക്കും മുകളിൽ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ 2 or 3 can be written as 4 itself. 1 and 4 means if we consider 1 and 4 അല്ലേ, സോ 1നും 4നും ലീസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് 1 തന്നെയാണ്. 1ൻ്റെ താഴെ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ ഹിയർ 1 and 4 ഈസ് 1 itself. ഓക്കെ, നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് 1 and 2. 1 and 2. We have to find 1 and 2. So 1, 2 കൺസിഡർ ചെയ്താൽ നമുക്ക് ലീസ്റ്റ് എലമെൻ്റ് ആണ് കാണേണ്ടത്. 1, 2 കൺസിഡർ ചെയ്യുമ്പോൾ ലീസ്റ്റ് എലമെൻറ്റ് 1 ആണ്. അതിന് താഴെ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ ഹിയർ 1 and 2 മീൻസ് 1 itself. 1 or 1 and 3. 1 and 3 കൺസിഡർ ചെയ്താലും സെയിം 1 ആണ്. അതിൻ്റെ താഴെ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ ഇറ്റ് ഈസ് 1. സോ ദ റിസൾട്ട് ഈസ് 1. സോ 1 equal to 1. So we can say that if we consider 1, 2, 3, then distributive property 1 over 1, 2 and 3, 1 equal to 1. LHS evaluate ചെയ്യുമ്പോഴും RHS evaluate ചെയ്യുമ്പോഴും റിസൾട്ട് 1 ആണ്. സോ ഇവിടെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പാരലലായിട്ടാണ് അറ്റ് എ ടൈം LHSും RHSും ഇവാലുവേറ്റ് ചെയ്തത്. രണ്ടും ഇവാലുവേറ്റ് ചെയ്ത റിസൾട്ട് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്തു. സിമിലർലി ഇൻ ദ കേസ് ഓഫ് 1 and 2 or 3 അതേപോലെ തന്നെ അറ്റ് എ ടൈം രണ്ട് സൈഡ് ഇവാലുവേറ്റ് ചെയ്തു. രണ്ടിൻ്റെയും റിസൾട്ട് സെയിം ആണോ നോക്കി. സോ 1, 2, 3 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ കൺസിഡർ പെയർ 1, 2, 4. വി വോണ്ട് ടു പ്രൂവ് ദാറ്റ് എക്ക് 1, ബിക്ക് 2, സിക്ക് 4 കൊടുക്കും. ദെൻ രണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എഴുതും. നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് 1 or 2 and 4.
So we have a diagram like ഇങ്ങനെയാണല്ലോ നമ്മളെ ഡയഗ്രം ഉണ്ടായത് അല്ലേ 1 2 4 3 okay. So we have to evaluate 1 or 2 and 4 2 and 4 2 ഉം 4 ഉം എടുക്കുന്നുണ്ടെങ്കിൽ 2നും 4നും 2ൻ്റെ അണ്ടറിലുള്ള എലമെൻറ്റ് 1. If we consider vertex 2 2ൻ്റെ അണ്ടറിൽ വരുന്ന എലമെൻറ്റ് 1. Then if we consider vertex 4 4ൻ്റെ അണ്ടറിൽ വരുന്ന എലമെൻറ്റ് 1 and 2. So we have to check 1 and 2 which lies in the lower bound of 2 and 4. If we consider 1 is connected to 2, similarly 1 is connected to 4. Okay. If we consider 2 is connected to 2 is connected to 4. So both the elements are in the lower bound. So here greatest lower bound is 2 itself. So 1 or 2 means 1 or 2 means we have to find least upper bound of 1 and 2. So if we consider vertex 1 ൻ്റെ മുകളിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 2 and 4. If we consider vertex 2 ൻ്റെ മുകളിലുള്ള എലമെൻറ്റ്സ് 4 itself. So we have to see whether 2 or 4 which lies in the upper bound of 1 and 2. If we consider 2, 1 connected to 2 and 2 is connected itself, so 2 is in the list. If we connected 4, 1 connected to 4, 2 is also connected to 4, so 4 is also in the list, 2 4 in the list. So here least upper bound is 2 itself. Okay, then we have to check 1 or 2. 1 or 2. Okay, if we check 1 or 2, if we consider vertex 1, upper elements are 2 and 4. Okay, if we consider 2, upper element is 4 itself. So we want to check 2 and 4 whether which one belongs to the upper bound elements. If we consider 2, 1 is connected to 2, 2 is connected itself. So we already done 1 or 2 which result to 2. Then if we consider 1 or 4, 1 or 4, 4ൻ്റെ മുകളിൽ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ 1 or 4 എന്ന് പറയുന്നത് 4 itself. So we have to find 2 and 4. 2 and 4 ആണ് കാണേണ്ടത്. So when we evaluate 2 and 4, the vertices which lies below 2 is 1 and the vertices which lies above 4 is 1 and 2. So we have to evaluate 1 2. 1 is connected to 2 and 1 is also connected to 4. Similarly 2 is connected to 2 and 2 is also connected to 4. So the lower bound elements contains 1 2 itself. So adile greatest lower bound which is 2 equals 2. So ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ലെറ്റസ് ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നുണ്ട്. സിമിലർലി വി ഹാവ് ടു ചെക്ക് ദ സെക്കൻഡ് 1 and 2 or 4 which equals 1 and 2 or 1 and 4. Okay, so consider the diagram again. This is our diagram 1 2 3 4. Okay, so we have to find 2 or 4. ലീസ്റ്റ് അപ്പർ ബൗണ്ട് ആണ് കാണേണ്ടത്. 2നും 4നും മുകളിൽ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ 2 or 4 എന്ന് പറയുന്നത് 4 itself. So we have to find 1 and 4. 1 and 4 means similarly 1നും 4നും താഴെ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. So 1 and 4 means 1 itself. Then we have to evaluate 1 and 2. 1 and 2 എന്ന് പറയുമ്പോൾ 1നും 2നും കോമൺ ആയിട്ട് അതിൻ്റെ താഴെ 1 അല്ലാതെ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ ഹിയർ 1 or for same 1 4 also the result is 1 because 1ന് താഴെ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. 1 or 1 means 1 which is also same. Okay, so the second property also satisfied. Okay, then next
consider next pair 1, 3 and 4. If we consider 1, 3, 4, similarly എയുടെ എടുക്കുക 1 കൊടുക്കും, ബിയുടെ എടുക്കുക 3 കൊടുക്കും, സിയുടെ എടുക്കുക 4 കൊടുത്തിട്ട് ആ രണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി നമ്മൾ ആദ്യം ഡെഫിനിഷനിൽ പറഞ്ഞ രണ്ട് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി തന്നെ ഒന്നും കൂടി എഴുതും. Okay, then we have to consider the diagram again. 1, 2, 3, 4. We have to find 3 and 4. 1 or 3 and 4. 3 and 4 എന്ന് പറയുമ്പോൾ 3നും 4നും കോമൺ ആയിട്ട് അതിൻ്റെ താഴെ വരുന്ന എലമെൻറ്റ്സ് 1ഉം 3യും ആണ്. സോ 1ന്ന് 3ലേക്ക് കണക്ഷൻ ഉണ്ട്, 1ന്ന് 4ലേക്ക് കണക്ഷൻ ഉണ്ട്. സോ ലോവർ ബൗണ്ട് കണ്ടെയ്ൻസ് 1, 3. അതിൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഈസ് 3 itself. Then we have to find 1 or 3. സോ 1 or 3 നോക്കുന്ന സമയത്ത് അതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന അപ്പർ ബൗണ്ട് എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 3യും 4ഉം ആണ്. So 3 is connected to itself. Similarly 4 is connected to 1 is connected to 4 and 3 is also connected to 4. So upper bound 4 ഉണ്ടാവും, 3യും ഉണ്ടാവും. 1 is connected to 3. Similarly 3 is connected to itself. So 3യും 4ഉം upper bound elements ആയിട്ട് ഉണ്ടാവും. സോ ഇതിൽ 1 or 3 എന്ന് പറയുമ്പോൾ we have 3 and 4. അതിൽ least upper bound which is 3 itself. Then we have to see one or three already 3 കിട്ടി, ഇപ്പുറം ചെയ്തത് തന്നെയാണ്. Then we have to find 1 or 4. 4 കഴിഞ്ഞിട്ട് വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ 1 or 4 എന്ന് പറയുന്നത് 4 itself. സോ 3 and 4. 3 and 4 is 3 itself which is equal, which we have already done. LHS പാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്തതാണ്. സോ the result is 3 equal to 3. Similarly we have to evaluate 1 and 3 of 4 which equals 1 and 3 of 1 and 4. So 3 of 4 means 1 and 4. 1 of 1 ഇത് ഓൾറെഡി പ്രീവിയസ് നമ്മൾ ചെയ്ത റിസൾട്ടിലുണ്ട്, അതുകൊണ്ടാണ് ഡയറക്റ്റ് എഴുതിയത്. വിച്ച് വിൽ റിസൾട്ട് 1. സോ ആ പെയറിനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ദെൻ വി കൺസിഡർ നെക്സ്റ്റ് പെയർ 2, 3 and 4. സോ എയുടെ വാല്യൂ 2, ബിയുടെ വാല്യൂ 3, സിയുടെ വാല്യൂ 4. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മുടെ ഡെഫിനിഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയുടെ രണ്ട് വാല്യൂസും എടുത്തെഴുതാം. ദെൻ ഇതിലുള്ള കുറേ റിസൾട്ട് നമ്മൾ ഓൾറെഡി പ്രീവിയസ് സ്ലൈഡിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാവും, പ്രീവിയസ് പാർട്ടിൽ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും ഒന്നും കൂടി പറയാം. ഇഫ് വി കൺസിഡർ 1, 2, 3, 4. ദിസ് ഈസ് അവർ ഡയഗ്രം. ഓക്കെ, 2 or 3 and 4. 2 or 3 and 4. When we evaluate 3 and 4, the elements which are common to 3 and 4 which lies below 3 and 4 is 1 and 3. അല്ലേ, 1ന്ന് 4ലേക്ക് കണക്ഷൻ ഉണ്ട്, 1ന്ന് 3ലേക്ക് കണക്ഷൻ ഉണ്ട്. സോ 1ഉം 3യും ആയിരിക്കും അതിൻ്റെ ലോവർ ബൗണ്ട്സിലുള്ള എലമെൻറ്റ്സ്. അതിൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഈസ് 3 itself. ദെൻ 2 or 3 മീൻസ് 2 or 3യുടെ മുകളിൽ 4 അല്ലാതെ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ 2 or 3 ഈസ് 4 itself. 2 or 3 ഓൾറെഡി വാല്യൂറ്റ് ചെയ്തു വിച്ച് ഈസ് 4 itself. ആൻഡ് 2 or 4. 2 or 4 എന്ന് പറയുന്നതും ഇഫ് യു കൺസിഡർ 2 and 4 രണ്ടിനും കോമൺ ആയിട്ട് 4ൻ്റെ മുകളിൽ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ വരുന്ന എലമെൻറ്റ് എന്ത് തന്നെ ആയിരിക്കും, ഗ്രേറ്റസ്റ്റ് ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 4 itself. ഓക്കെ, സോ ദ റിസൾട്ട് ആർ ഈക്വൽ. Okay, then consider the second case. 2 and 3 or 4. 2 and 3 or 2 and 4. 2 and നമ്മളെ ഡയഗ്രത്തിൽ 1, 3, 2, 4.
3 or 4 എന്ന് പറയുമ്പോൾ 4ൻ്റെ മുകളിൽ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് 4 ഇറ്റ് സെൽഫ് തന്നെയായിരിക്കും. സോ 2 and 4 എന്ന് പറയുമ്പോൾ 2നും 4നും കോമൺ ആയിട്ട് അതിൻ്റെ താഴെ വരുന്ന എലമെൻറ്റ്സ് 1, 2. അതിൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് ഈസ് 2 ഇറ്റ് സെൽഫ്. ദെൻ 2 and 3 രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ് 1 ആണ്. 1. സിമിലർലി 2 and 4 ഈസ് 2 ഇറ്റ് സെൽഫ്. സോ 1 or 2 ചെയ്താൽ 1 or 2 കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 2ഉം 4ഉം ആയിരിക്കും. അതിൽ least upper bound is 2 itself. Okay, so the answers are same, so we can write it as distributive properties are satisfied for every element pairs, therefore the given lattice is a distributive lattice. Is it okay? Okay. Now consider second example. Check whether the lattice shown below is distributive lattice or not. Lattice തന്നിട്ടുണ്ട്. സോ ഇതിലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് സെറ്റ് എഴുതുന്നുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് ദ എലമെൻറ്റ്സ് ആസ് OABCI. ഈ തന്ന ഡയഗ്രത്തിന് കണക്കായിട്ട് നമുക്ക് എന്ത് എഴുതാം? എലമെൻറ്റ്സ് എഴുതാം. OABCI. Then we have to identify the pairs corresponding to this set. So the pairs are 0AB, 0AC, 0AI, 0BC, 0BI, 0CI, ABC and ABI, ACI. ഇത്രയും പേഴ്സ് ആണ് ഉള്ളത്. ഓക്കെ, അത് അറ്റ് എ ടൈം 3 എലമെൻറ്റ്സ് വെച്ചിട്ട് വേണം നമ്മൾ പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന സെറ്റിന് കറസ്പോണ്ടിങ് ആ എസ് എ ഡയഗ്രത്തിൽ എലമെൻറ്റ് തന്നെയായിരിക്കും സെറ്റിലുണ്ടാവുക. സോ അതേ വെച്ചിട്ട് അറ്റ് എ ടൈം 3 എലമെൻറ്റ്സ് വരുന്ന രീതിയിൽ റിഫ്ലെക്സീവ് പേഴ്സ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അത് വരുന്ന രീതിയിൽ നമ്മൾ പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാം ഇൻ ഫോർവേഡ് ഡയറക്ഷൻ. നമ്മൾ ലാറ്റിസ് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ. സോ ഇത്രയും പേഴ്സ് വരും. ഓക്കെ, സോ ഇതിൽ ഓരോ പേഴ്സും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. സോ കൺസിഡർ 0A, B. So we want to prove that 0 or A and B equals 0 or A and 0 or B. Second one, 0 and A or B equals. So first of all we have to prove that 0 or A and B equals 0 or A and 0 or B. Second one we have to prove that 0 and A or B equals 0 and A or 0 and B. ഓക്കെ, തന്ന ഡയഗ്രാം എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു ഷേപ്പാണ്. ദാറ്റ് ഈസ് 0 I A B C. ഇങ്ങനെയാണ് ഡയഗ്രാം ഉള്ളത്. ഓക്കെ, ദെൻ 0 or A and B. 0 or A and B. A and B എന്ന് പറയുമ്പോൾ 0 itself. So it is 0. Then 0 or A. 0 or A എന്ന് പറയുമ്പോൾ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ്സ് എയും ഐയും. അതിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുന്നത് A itself. Then 0 or B. 0 or B എടുക്കുന്ന സമയത്ത് രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ് ബിയും ഐയും. അതിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് എന്ന് പറയുമ്പോൾ B. A ആൻഡ് B എന്ന് പറയുമ്പോൾ എക്കും ബിക്കും കോമൺ ആയിട്ട് അതിൻ്റെ താഴെ വരുന്ന എലമെൻറ്റ് 0. So which is equal. Okay. So first one is 0. Then consider second case. Second case same diagram. ഇത് ഞാൻ റഫായിട്ട് വരക്കുന്നതാണ്. 0 A B C I. So 0 and A or B. A or B. എയും ബിയും എടുക്കുമ്പോൾ കോമൺ ആയിട്ട് മുകളിൽ വരുന്ന എലമെൻറ്റ് I. സോ 0 ആൻഡ് I എന്ന് പറയുമ്പോൾ വിച്ച് ഈസ് ദ ലീസ്റ്റ് എലമെൻറ്റ് ആൻഡ് ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ്. സോ എന്ത് തന്നെയായിരിക്കും? 0 ഇറ്റ് സെൽഫ്.
then 0 and we have to find this. Okay, 0 and a, 0ൻ്റെ താഴെ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല, സോ 0 ആൻഡ് എ എന്ന് പറയുമ്പോൾ 0 ഇറ്റ് സെൽഫ് അല്ലേ. ദെൻ സിമിലർലി 0 ആൻഡ് ബി എന്ന് പറയുമ്പോഴും 0 ഇറ്റ് സെൽഫ്, 0ൻ്റെ താഴെ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല, സോ ഡയറക്റ്റ് നമുക്ക് എന്ത് എഴുതാം, 0 ഈക്വൽ ടു 0 because here it is done with the least element. So AND operation least element ആയിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ത് തന്നെയായിരിക്കും, ലീസ്റ്റ് എലമെൻറ്റ് തന്നെയായിരിക്കും. കാരണം അതിൻ്റെ തൊട്ട് മുകളിലുള്ള എലമെൻറ്റ്സ് തന്നെയാണ് എടുക്കുന്നത്, 0A 0B, അതിൻ്റെ ഇൻ ബിറ്റ്വീൻ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല. സോ AND ഓപ്പറേഷൻ ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ലീസ്റ്റ് എലമെൻറ്റ് ഇറ്റ് സെൽഫ്. സോ സെക്കൻഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, consider next pair A, B, C. Here we want to prove that the same distributive properties, and first of all again the given diagram 0 A, B, C, I. Okay, then A or B and C. B and C എന്ന് പറയുമ്പോൾ ബിക്കും സിക്കും കോമൺ ആയിട്ട് താഴെ വരുന്ന എലമെൻറ്റ് 0, അതിന് താഴെ വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല, സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 0. ദെൻ A or 0 വിച്ച് ഈസ് ഇക്വാലൻ ടു 0 ഓർ A അല്ലേ. സോ 0നും എക്കും കോമൺ ആയിട്ട് വരുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് എയും ഐയും, അതിൽ ലീസ്റ്റ് അപ്പർ ബൗണ്ട് ഈസ് എ ഇറ്റ് സെൽഫ്. ഓക്കെ, ദെൻ ഇവിടെ എ ഓ ബി എന്ന് പറയുമ്പം ഐ ആൻഡ് എ ഓ സി എന്ന് പറയുന്നതും ഐ. സോ ഐ ആൻഡ് ഐ ഈസ് ഐ ഇറ്റ് സെൽഫ് വിച്ച് ഈസ് നോട്ട് ഈക്വൽ. ഓക്കെ, ദെൻ റിമൈനിങ് ഈ പെയർ ചെക്ക് ചെയ്യണമെന്നില്ല, ഇൻ കേസ് അത് നമ്മൾ ചെക്ക് ചെയ്താലും നമുക്ക് നോട്ട് ഈക്വൽ എന്നുള്ള ഓപ്ഷൻ തന്നെയാണ് വരിക. സോ വി ക്യാൻ റിട്ടേൺ ഇറ്റ് ആസ് here the given parameters are not equal, expressions are not equal, so we can write it as here distributive properties are not satisfied, therefore it is not a distributive lattice. അപ്പോൾ ബാക്കിയുള്ള പെയേഴ്സും ചെക്ക് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ ഈ ലാറ്റിസിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും മെയിനായിട്ട് ചെയ്യുന്നതെല്ലാം ലീസ്റ്റ് അപ്പർ ബൗണ്ട് കാണുക, ഗ്രേറ്റസ്റ്റ് ലോവർ ബൗണ്ട് കാണുക, ദെൻ എല്ലാത്തിനും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നോക്കുക. ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസിൻ്റെ കേസിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുക. അവിടെയും മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഓർ ഓപ്പറേഷനും ആൻഡ് ഓപ്പറേറ്ററും തന്നെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് distributive lattice. Thank you.